ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനം. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാ വീണ്ടും ഒരു ഡിസംബർ മാസം കൂടി. ക്രിസ്മസ് കരോളുകൾ, മഞ്ഞു വീണ പുൽക്കൂടുകൾ, തിരുപ്പിറവിയുടെ ആഘോഷ സന്തോഷങ്ങൾ, ഒപ്പം കലണ്ടറുകളുടെ താളുകൾ മറിഞ്ഞു മാറുകയും ചെയ്യുന്നു. ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നക്ഷത്രങ്ങൾ. മാനത്ത് വിരിയുന്ന ക്രിസ്മസ് രാവ്. തണുത്ത രാവിൻ്റെ തിരുമുറിവുകൾക്കിടയിൽ ഒരു ചെറിയ നക്ഷത്രം വഴിതെളിച്ചപ്പോൾ മനുഷ്യഹൃദയങ്ങളുടെ ഇരുണ്ട വീഥികളിൽ പ്രത്യാശയുടെ ആദിപ്രഭയും തെളിഞ്ഞു. ഉറങ്ങുന്ന ലോകത്തെ നിദ്രയിൽ നിന്നുണർത്തി ഒരു കുഞ്ഞിൻ്റെ ശ്വാസം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കവിതയായി ബെത്ലഹേമിൻ്റെ പടിയിലിറങ്ങി. വേദനിക്കുന്നവർക്ക് ഒരു പുഞ്ചിരി, ഒറ്റപ്പെട്ടവർക്കൊരു കൈത്താങ്ങ്, മറന്നുപോയവർക്ക് ഒരു ഓർമ്മക്കണൽ. ഇവയൊക്കെ നാം നൽകുന്ന ഏറ്റവും മനോഹരമായ ക്രിസ്മസ് സമ്മാനങ്ങൾ ആയിരിക്കണം. ശിശുവിൻ്റെ ശാന്തനിദ്രയിൽ ലോകം പുതുതായി ജനിച്ച രാത്രിയെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതവും ഒരു ചെറിയ ബെത്ലഹേം ആകട്ടെ. അവിടെ സ്നേഹം ജനിക്കട്ടെ, ശാന്തി വിരിയട്ടെ, നന്മകൾ പൂക്കട്ടെ. ക്രിസ്മസ് നക്ഷത്രം വെറും ആകാശത്തിൽ തെളിയുന്ന ഒരു പ്രകാശമല്ല, അത് ഓരോ മനസ്സിനുള്ളിലും തെളിഞ്ഞുറങ്ങുന്ന ഒരു വഴികാട്ടിയാണ്. മനുഷ്യരിലേക്ക് കൊണ്ടുവരുന്ന, ഒറ്റപ്പെട്ടവരെ കൂട്ടായ്മയിലേക്ക് വിളിക്കുന്ന ഒരു പ്രകാശത്തിൻ്റെ വാക്ക്. ക്രിസ്മസ് നമ്മോട് പറയുന്നു, ഹൃദയം വലിപ്പമുള്ളപ്പോൾ, വീടുകൾ ചെറുതായാലും നമുക്ക് ആഘോഷമുണ്ട്. പറയാൻ സ്നേഹമുള്ളപ്പോൾ, വാക്കുകൾ കുറവായാലും നമുക്ക് ക്രിസ്മസ് ഉണ്ട്. ഇന്ന് നാം വീടുകൾ അലങ്കരിക്കുന്നു. വീടുകൾക്ക് മുമ്പ് നമ്മുടെ ഹൃദയമാകുന്ന ഭവനം നമുക്ക് അലങ്കരിക്കാം. ഒരു ചെറിയ ക്ഷമയുടെ വിളക്കുകൾ കൊണ്ട്, മറന്നുപോയ ബന്ധങ്ങളുടെ നക്ഷത്രങ്ങളാൽ, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു എന്ന സ്നേഹത്തിൻ്റെ പാതിരാവുകൊണ്ട്, തൂക്കിയിട്ട വർണ്ണ നക്ഷത്രങ്ങൾക്കും അലങ്കാര വിളക്കുകൾക്കും അപ്പുറത്ത് ക്രിസ്മസ് പകർന്നു നൽകുന്ന സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും സന്ദേശം മനസ്സിലാക്കാനും അത് പിന്തുടരാനും നമുക്കായിട്ടില്ലെങ്കിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണിയേശുവിന് ഇടം ഉണ്ടാവുകയില്ല. സഹായം ആവശ്യപ്പെടുന്നവരോട് കരുണ കാണിക്കുവാനും, ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാകുവാനും, കണ്ണില്ലാത്തവൻ്റെ കാഴ്ചയാകുവാനും നമുക്ക് കഴിയണം. ആഘോഷങ്ങൾക്കും ആൾക്കൂട്ടങ്ങൾക്കുമിടയിൽ വേദനിക്കുന്നവൻ്റെയും സഹായം ആവശ്യമുള്ളവരുടെയും കണ്ണുകളെ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ നന്മയും സ്നേഹവും സാഹോദര്യവും വിനയവുമൊക്കെ തെളിഞ്ഞു കത്തുന്ന ഒരു തിരുപ്പിറവിക്കായി നമുക്ക് ഹൃദയങ്ങളിൽ പുൽക്കൂടൊരുക്കി ഉണ്ണിയേശുവിൻ്റെ വരവിനായി കാത്തിരിക്കാം. ഒരിക്കൽ കൂടി ആഗതമാകുന്ന തിരുപ്പിറവിയുടെ പ്രാർത്ഥനകളും ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ആമേൻ.